രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പൊ തന്നെ രാഹുൽ മാങ്കുടത്തിനെ പുറത്താക്കണം. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അമ്മയെ തല്ലിയാലും ഒറ്റ വാദമേ പാടുള്ളൂ. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. വടി കൊടുത്ത് രാഹുൽ അടി വാങ്ങി. രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്തതെല്ലാം ശരിയാണ്. ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. രാഹുൽ ചെയ്തത് തെറ്റാണ്. സ്ത്രീകളെ ഇങ്ങനെയൊന്നും ഉപദ്രവിക്കാൻ പാടില്ല, സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പാടില്ല, ഒക്കെ രാഹുൽ ചെയ്ത 101% തെറ്റാണെന്ന് പറയുന്നവരാണ് നമ്മൾ. അതിലെന്തെങ്കിലും സത്യമുണ്ട് എങ്കിൽ അത് രാഹുൽ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതൊക്കെ പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം തിരിച്ചാരെങ്കിലും ചോദിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇത് പറയുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ തലയിൽ കയ്യും വെച്ച് കൊടും കയ്യും കുത്തി ക്യാമറകൾക്ക് മുമ്പിൽ ഇരുന്നൊരു ഇരിപ്പ് ഓർമ്മ വരികയാണ്. അദ്ദേഹം ആരെന്നറിയാത്ത ഒരു സ്ത്രീ, പേരറിയാത്ത ഒരു സ്ത്രീയുമായിട്ട് വടകരയിലൂടെ ഇങ്ങനെ വടക്കോട്ട് നടക്കുന്ന ദിക്കിലാണ് ആൾക്കാർ കൂടി ഡിവൈയുടെ ആൾക്കാർ കൂടി പിടിച്ച് ലൈറ്റും ഒക്കെ വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്തു. രാത്രി എന്ന് പറയുന്ന പോലെ ഈ പാതിരാത്രി സൂര്യൻ എന്ന് വെച്ചാൽ എവിടെയൊക്കെ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കണ്ടു. അതെ അങ്ങനെയുള്ളത് കയ്യോടെ പിടിക്കപ്പെട്ട് നിരാശനായി എൻ്റെ രാഷ്ട്രീയ ജീവിതം തീർന്നേ എന്നുള്ള നിലവിളി ജ്യോതിപ്പിക്കുന്ന പോലെ മുഖത്തെ ഭാവഹാവാദികളോടെ ഇരുന്ന കഥാപ്രസംഗ കലാകാരനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എൻ്റെ സുഹൃത്തുമൊക്കെയാണ്, കാര്യം ശരിയാണ്, നല്ല സുഹൃത്തുമൊക്കെയാണ്. അദ്ദേഹം തൈക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ പതിവായിട്ട് പോയി ദർശനം നടത്തി അവിടുന്ന് താമരപ്പൂവിൻ്റെ വഴിപാടുകളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പതിവായിട്ട് ഇറങ്ങും തിരുവനന്തപുരത്തുള്ളപ്പോൾ. അതെ, താമരയോട് അങ്ങനെ ഒരു അടുപ്പമെങ്കിലും ഉള്ള ഒരു വ്യക്തിയാണെന്നും കൂടി നമുക്ക് പറയാം. ഇത്രയും നീളത്തിലുള്ള കറുത്ത ഈ ഇതുണ്ടല്ലോ, കറുത്ത അതെ ആ കുറി അതും ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അദ്ദേഹം വടക്കോട്ട് പോയി മധ്യ കേരളം കടഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു വശത്തുനിന്ന് തെക്കൂന്ന് ഇതങ്ങനെ തുടച്ചങ്ങോട്ട്, കാരണം അതവിടെ ചിലവാകില്ല. അപ്പം തരം പോലെ അവിടെ ജയിക്കുകയും ചെയ്തേ, ഉള്ളത് പറയാമല്ലോ. ആ കുത്തൊഴുക്കിൽ അങ്ങേരും അങ്ങ് കയറിപ്പോയി. ഒരിക്കലും ജയിക്കുമെന്ന് വിശ്വസിച്ചില്ല. പിന്നെ അവിടുത്തെ സുൽത്താനായിട്ട് അങ്ങ് മാറി സ്വയം. അപ്പോൾ ഇതിപ്പോൾ ഈ സന്യാസിമാർക്കൊരു കാര്യമുണ്ട്, അവരുടെ പൂർവാശ്രമം അങ്ങ് മറക്കും. ഇദ്ദേഹവും സ്വയം പൂർവാശ്രമം അങ്ങ് മറന്നു. അതെ, ഇന്ദിരാഭവൻ്റെ മുമ്പിൽ കിടന്ന് കെ മുരളീധരൻ അവിടെ കസേരയിൽ KPCC പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ അതിനെ പ്രതിഷേധിക്കാൻ അവിടെ ചെന്ന് തല്ലും കൊണ്ട് ഖത്തർ ജൂബയും കയറി അവിടെ കിടന്നത്, വീണുതല്ലോ കിടപ്പൂ ധരണിയിൽ എന്നുള്ള മട്ടിൽ അവിടെ കിടന്നതും അദ്ദേഹം അങ്ങ് ആ പൂർവാംശമാക്കി അങ്ങ് മാറ്റിക്കൊണ്ട് പൂർവാശ്രമം അങ്ങ് മറന്നു. ഇങ്ങനെയൊക്കെ ചരിത്രമുള്ള ആളാണ് ഇദ്ദേഹം. ശരചന്ദ്രപ്രസാദ്, പാവം കാല് വയ്യാത്ത ആളാണ്. അദ്ദേഹത്തിനും കൊണ്ടു അവിടെ പ്രതിഷേധിക്കാൻ പോയത്. ആ കണക്കിന് കൊടുത്തു. മുരളീധരൻ തന്നെ ഓർഗനൈസ് ചെയ്ത ഒരു കൊട്ടേഷനാണ്. ശരിക്കും കൊണ്ടു, അവിടെ കിടന്നു കൊണ്ടു. ആരും ഉണ്ടായില്ല സഹകരിപ്പിക്കാൻ. ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞ പോലെ. അപ്പം അത് അതായിരുന്നു ശരിക്കും വടി കൊടുത്ത് അടി വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ മറ്റേതോ അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് പോയിട്ടില്ലേ? എന്ത് ന്യായീകരണം? അതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല. എല്ലാവരും അങ്ങ് മറന്നുപോയെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സദാചാര പോലീസ് പറഞ്ഞ് നടക്കുന്നവരിൽ എത്ര പേരുണ്ട് ഇതിന് യോഗ്യരായിട്ടുള്ളവർ? നിയമസഭയിൽ തന്നെ 4 MLA-മാരില്ലേ? രണ്ട് പക്ഷത്തും ഈ 2 പേരായിട്ട്. CPM 2 ശശിമാരില്ലേ? വ്യക്തമായിട്ടും പാർട്ടി ഓഫീസിലും പുറത്തും ഒക്കെ ഇങ്ങനെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടതായി 2 ശശിമാരില്ലേ? ശശിയായി എന്ന് നമ്മൾ പറയാറില്ലേ? ഇപ്പോൾ ശരിയാണ്, രാഹുലും ശശിയായി മാറി. രാഹുലും ശശിയായി ഇല്ലേ? അതാണിപ്പോൾ സംഭവിച്ചത്. വലിയ അത്ഭുതങ്ങളൊന്നും ഇല്ലെന്നേ. ഇതിനകത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സ്ത്രീകളുടെ എത്ര പരാതികൾ വന്നിട്ടുണ്ട്. കാറിൽ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതികൾ വന്നിട്ടില്ലേ? സാർവത്രികമല്ലേ? ഇത് പണ്ടേ തുടങ്ങിയ സംഭവമാണ്. രാജഭരണകാലത്ത് തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള. അങ്ങനെയുണ്ടല്ലേ പിന്നെ അമ്മ വീടുകൾ എന്ന് പറഞ്ഞുണ്ടായ സമ്പ്രദായം എന്താ? ഇപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിലെ ഒരു പ്രധാനപ്പെട്ട രാജാവ് തന്നെ അവിവാഹിതനായിരുന്നു, അദ്ദേഹം ബ്രഹ്മചര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് കുട്ടികളുണ്ട്. ഇപ്പോൾ അവർ സ്കൂളിൽ പോകുന്നുണ്ടെന്നും ഒക്കെ തെളിഞ്ഞു കഴിഞ്ഞില്ലേ തിരുവിതാംകൂർ രാജവംശത്തിലെ? അങ്ങനെ ഇതൊക്കെ ഭാഗമാണ്. ഇപ്പോൾ പോട്ടെ, നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഇത് ലോകോത്തരമായ കഥകളാണെന്ന് തോന്നും. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ആസനസ്ഥനായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ എപ്സ്റ്റീൻ കേസ് എന്താണെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? എപ്സ്റ്റീൻ കേസുകൾ കേട്ടിട്ടുണ്ടോ? ഇലോൺ മസ്കാണ് ആദ്യം അത് പറഞ്ഞ എപ്സ്റ്റീൻ കേസിലെ പ്രതിയാണ് ഇയാൾ. എന്താ ഈ എപ്സ്റ്റീൻ എന്നറിയാം? എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആൾ കൂട്ടിക്കൊടുപ്പുകാരനായിട്ട് അതും പോക്സോ കേസ് ഉണ്ടാക്കി വെച്ചതാണ്. അതായത് തീരെ കൊച്ചു കുട്ടികളുമായിട്ടുള്ള ലൈംഗിക ബന്ധം. ഓർക്കുന്നില്ലേ പണ്ടത്തെ നമ്മുടെ റെജീന കേസ്? PK കുഞ്ഞാലിക്കുട്ടി മാഷ്
കുഞ്ഞാലിക്കുട്ടി മാഷ് ഐസ്ക്രീം പാർലർ കേസ് ഓർമ്മയില്ലേ? വി എസ് അച്യുതാനന്ദൻ കൊണ്ടാടിയ അതിനെതിരെ വി എസ് അച്യുതാനന്ദനെതിരെ രോഷം പൂണ്ട് അദ്ദേഹത്തിൻ്റെ മകനെതിരെ ആരോപണം ഉയർത്തപ്പെട്ട കേസ് ഓർമ്മയുണ്ടാവുമല്ലോ, എല്ലാവരും മറന്നല്ലോ. പി കെ കുഞ്ഞാലിക്കുട്ടി സാബിൻ്റെ അദ്ദേഹം ദേശീയ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള മുസ്ലിം ലീഗാണ് ഈ രാഹുൽ മാങ്കുട്ടത്തിലിനെ പുറത്താക്കണമെന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൻ്റെ അന്നത്തെ പരമാത്മാവും അന്തരാത്മാവുമായി എല്ലാമായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാബിനെതിരെ റെജീന കേസ് കൊടുത്തിരുന്നത്. പരാതിയുമായിട്ട് ഇന്ത്യ വിഷൻ കുറേ കാലം നികേഷ് കുമാർ ചാനൽ നടത്തിയിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഇന്ധനം അതായിരുന്നു. ഇതൊക്കെ നല്ലതാണെന്നല്ല പറയുന്നത്. ഇങ്ങനെ സദാചാര പോലീസ് കളിക്കേണ്ട ആൾക്കാരല്ല ചാനലിലുള്ളത്. കാരണം ചാനലിൽ ഇതിനേക്കാൾ സദാചാര വിരുദ്ധമായ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചാനലിൽ നിന്ന് പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ വേറെ ചാനലിലെ ആൾക്കാർ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ സദാചാര പോലീസ് കളിക്കുകയല്ല വേണ്ടത്. ആദ്യം നമ്മുടെ പോലീസിനെ ശുദ്ധമാക്കണം. ഇപ്പം കണ്ടില്ലേ ഉമേഷ് എന്ന് പറയുന്ന DYSP കാണിച്ചത്? പരസ്യമായിട്ട് ജീവിക്കാൻ വേണ്ടി വ്യഭിചാരത്തിൽ അനാശാസ്യ പ്രവർത്തനം എന്നാണല്ലോ നമ്മൾ സംസ്കൃതത്തിൽ അതിനെ വിളിക്കുന്നത്. ഏർപ്പെട്ട ഒരു സ്ത്രീ, 2 ആൺകുട്ടികളുള്ള ഒരു സഹായം, ഉടുതുണിക്ക് മറുതുണിയും ഇല്ലാത്ത ഒരു സ്ത്രീ അതിലേർപ്പെട്ടെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് ഇങ്ങ് പോകുന്നു. പിടിച്ചോണ്ട് പോകുന്ന സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആകപ്പാടെ ഒന്ന് നോക്കി അടിമുടി ഒന്ന് നോക്കിയൊക്കെ കാണാൻ കൊള്ളാം. എന്നാൽ നീ പൊയ്ക്കോ പറഞ്ഞു വീട്ടിലേക്ക് വിട്ടു. വൈകുന്നേരം ആയപ്പോൾ ഇയാളും സർക്കിൾ ഇൻസ്പെക്ടറും ഉണ്ട് അവിടെ ചെന്നിരിക്കുന്നത്. 2 ആൺകുഞ്ഞുങ്ങൾ നോക്കി നിൽക്കെ, അവളുടെ അമ്മ നോക്കി നിൽക്കെ അനാശാസ്യത്തിൽ അയാൾ സ്വയം ഏർപ്പെട്ടു. ഏർപ്പെട്ട ആവോളം തൃപ്തിയായി കഴിഞ്ഞപ്പോൾ അയാളുടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, എന്നാൽ നീയും കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവൻ ചെന്ന് വഴി പറയത്തില്ലേ, ഇയാളെ കുറ്റപ്പെടുത്തത്തില്ലേ, അവനെയും കൂടെ ഈ കേസിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നും പറഞ്ഞാൽ സർവത്ര അയാളെ ഇങ്ങനെ അങ്ങനെ അസ്തവീര്യനാക്കിക്കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്ത്, അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തു. ആ 32 പേജുള്ള കുറിപ്പിനകത്ത് ഇയാളുടെ ഈ വീരകൃത്യങ്ങൾ മുഴുവൻ, കരിമ്പാറ മത്തായി നടത്തിയ വീരകൃത്യങ്ങളുണ്ടല്ലോ, അതുപോലെ എഴുതി വെച്ചു. ഇപ്പോൾ കേസായിരിക്കുക. അപ്പോൾ പോലീസിൽ നടക്കുന്നുണ്ട് ധാരാളമായിട്ട്. അവരുടെ അവകാശം പോലെ അനാശാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് മര്യാദയ്ക്ക് കീഴടങ്ങിക്കോ, അല്ലെങ്കിൽ നിൻ്റെ കഥകളി ഞാൻ നാട് മുഴുവൻ പാട്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തും. ആ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അവരെല്ലാം അടിയറവ് വെക്കും, തൃപ്പടിദാനം ചെയ്യും. മനസ്സിലായില്ലേ? പേടിയുണ്ട്. കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു സംരക്ഷണ വലയം അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് പോലീസിനോട് ഏറ്റുമുട്ടാൻ പോയി കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് അറിയാം, ജീവിക്കാൻ പറ്റില്ല, കൊന്നുകളയും. കൊന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, പാവങ്ങളല്ലേ. നിയമസാക്ഷരതയുണ്ടോ? ഒരാരോടെങ്കിലും പോയി വയ്ക്കാനുള്ള താങ്ങോ വാങ്ങോ സ്വാധീനമോ വല്ലതും ഉണ്ടോ? അങ്ങനെ ആദ്യം ഈ പോലീസാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലിനെ വേട്ടയാടിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ എല്ലാം വളയുന്നത്. നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശമാണിതിലുള്ളത്? നിങ്ങൾ സ്വയം ശുദ്ധമാണോ? ഇവിടെ എല്ലായിടത്തും തരം കിട്ടിയ, ഇപ്പോൾ ഒരു പാട്ടുണ്ടല്ലോ, മോഹം വന്നാൽ ഇന്ന് ഏതൊരാളും പാലുപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാവരും നമ്മുടെ എല്ലാ വ്യവസ്ഥകളും ഇതിൻ്റെ ഭാഗം പാർട്ടി ഓഫീസുകളിലുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളിലുണ്ട്, എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാപം കൂടുതൽ പാപമാക്കി തീർക്കുന്നത് ഭർത്തൃമതിയായ ഒരു സ്ത്രീയുമായിട്ടാണ് ഇയാൾ സംഘത്തിലേർപ്പെട്ടത്. ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും അതൊരു മാതൃകയല്ല സൃഷ്ടിക്കുന്നത് സമൂഹത്തിൽ. തീർച്ചയായിട്ടും മാതൃക കാണിക്കേണ്ട ആൾക്കാരാണ്. അതല്ല കൈക്കൂലിയുടെ അങ്ങനത്തെ ആശാന്മാരുമാണ്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് ഈ ഇദ്ദേഹത്തെ അന്വേഷിക്കുന്ന പോലീസ് ശുദ്ധമായിരിക്കണം. ഞാനിപ്പോൾ ഒരാളിനെ ശിക്ഷിക്കുമ്പോൾ ഞാൻ ശുദ്ധനായിരിക്കണം. ഇതാണ് പണ്ട് ഞാൻ ഒരു കഥയും കൂടെ, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു കഥയും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. ഒരു കുട്ടിയെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി ഇദ്ദേഹം എൻ്റെ മോന് എപ്പോഴും ശർക്കര തിന്നുകൊണ്ടിരിക്കുക, ഇനി വല്ല അസുഖം വരത്തില്ലേ? ശരി, നീ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വാ. ഒരാഴ്ച കഴിഞ്ഞ് ഈ സ്ത്രീ വന്നപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, മോനെ നീ ശർക്കര കഴിക്കരുത്. അപ്പോൾ സ്വാമി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്താ പറയായിരുന്നു? അന്ന് ഞാൻ ശർക്കര കഴിക്കുമായിരുന്നു, ഇപ്പം ഞാൻ ശർക്കര കഴിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ട്. അപ്പോൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താനുമൊക്കെ ഇത് പറയുമ്പോൾ, മുകേഷ് ഇത് പറയുമ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾക്കത് പറയാനുള്ള ധാർമ്മിക അവകാശം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മിണ്ടായിരിക്കണം. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ഈ സമൂഹത്തെ കൊണ്ടും മാധ്യമങ്ങളെ കൊണ്ടും പറയിപ്പിക്കരുത്. ടോർച്ചടിച്ച് കഴിഞ്ഞാൽ, വെളിച്ചം വീണ് കഴിഞ്ഞാൽ അവിടെ കേരളത്തിലെ സമൂഹം കാണാനിറക്കുന്ന ദൃശ്യങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെയുള്ള തള്ളുമായിട്ട് വരരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു, പൊതുസ്ഥലത്തുണ്ട്, പബ്ലിക് ഡൊമൈനിൽ. ആ തെറ്റിന് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഇത് ചോദ്യം ചെയ്യാനും പിടിക്കാനുമുള്ള നമ്മുടെ അവകാശം എന്താണെന്നുള്ള ഒരു ചിന്ത കൂടി
ഒരു പിൻനിലാവായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കൊള്ളാം. അത്രയേ ഉള്ളൂ.